ഹലോ, ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു ചെറിയ ഗ്രാമത്തെ കാണിച്ചു തരാനാണ്. മുഴുവൊന്നും കാണാൻ പറ്റില്ല, പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലാത്തത് കൊണ്ട്, വിഷനായികളുടെ ശല്യം കാരണം പുറത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇവിടെയൊക്കെ നിന്ന് എൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിന്ന് കുറച്ച് തൃത്താലയെപ്പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പുഴയും തോടും നെൽവയലുകളുമെല്ലാം നിറഞ്ഞ ഗ്രാമമാണ്. നിളാനദി മന്ദം ഒഴുകുന്ന ഗ്രാമം. എന്തും ഭംഗിയാണില്ലേ! കാടും മലയും മരങ്ങളും നിറഞ്ഞ ഗ്രാമം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, പറയിപെറ്റ പന്തർകുലത്തിലെ മേഴത്തോൾ അഗ്നിഹോത്രി എന്ന് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഗ്രാമം. അദ്ദേഹത്തെപ്പറ്റി ഒരു ചെറിയ കഥ പറയട്ടെ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അമ്മയുമായി ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോയി. അമ്മ താളി തേക്കാൻ കൊണ്ടുവന്ന താലത്തിൽ പുഴയിൽ നിന്നും മണൽ വാരി നിറച്ചു. അമ്മ നോക്കിയപ്പോൾ ആ മണൽ ആ താലത്തിൽ പുഴയിൽ ഉറച്ചു പോയിരിക്കുന്നു. പുഴയുടെ നടുവിലാണെന്ന് ഓർക്കണം കേട്ടോ. എന്താ ചെയ്യുക? അപ്പോൾ ആ പുഴയോട് അഗ്നിഹോത്രി പറഞ്ഞു അത്രേ, ഗതി മാറി ഒഴുകാൻ. ഇതിലേ പോയി അതിലേ വാന്നോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു. ശരിക്കും എനിക്കങ്ങോട്ട് ഓർമ്മയിലില്ല കേട്ടോ. അങ്ങനെ അദ്ദേഹം അവിടെ സ്ഥാപിച്ച അമ്പലമാണ് തൃത്താല മഹാദേവ ക്ഷേത്രം. ഒരു ചെറിയ അറിവാണ് കേട്ടോ. എന്നിരുന്നാലും ആ 12 പേരും ഈ വള്ളുവനാട് തന്നെയാണ് ഉണ്ടായത് കേട്ടോ. വരജുടെയും പഞ്ചമിയുടെയും 12 മക്കളില്ലേ, അവരൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ജനിച്ചത് ഇവിടെയല്ല, പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിലാണ്. വിവാഹശേഷമാണ് ഞാൻ തൃത്താലയിലെത്തിയത്. എന്നിരുന്നാലും എനിക്ക് ഈ ഗ്രാമം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഇത് നോക്കണേ. എൻ്റെ റീൽസും എൻ്റെ ഷോർട്സും നോക്കിയിട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തരണം കേട്ടോ.